അന്യഭാഷയിൽ സംസാരിക്കുന്നവർ എങ്ങനെ സംസാരിക്കുന്നു? ആത്മാവിൽ സംസാരിക്കുന്നു. ബുദ്ധിക്ക് പോലും അറിയണമെന്നില്ല. അന്യഭാഷാ വരങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനായി പ്രയോജനപ്പെടുന്ന ലെവലിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ ആരാധിക്കുമ്പോൾ മാത്രം പോരാ, നിങ്ങളത് ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. ചില ആളുകൾ അവിവേകമായ ആത്മീക കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് അവർ പൈശാചികമായ ആക്രമണങ്ങളിൽ എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ തോറ്റുപോകുന്നവരുണ്ട്. എന്നാൽ വചനപ്രകാരം ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവമക്കൾ നിന്ന് ആരാധിക്കുകയാണെങ്കിൽ, സ്തുതിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവനാമത്തിൽ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ they will be very safe. അവർ വളരെ സുരക്ഷിതരായിരിക്കും. പൈശാചികമായ ഒരാക്രമണങ്ങളും അവരെ തൊടുകയില്ല, അവരുടെ മേൽ ജയമെടുക്കുകയില്ല. അടി വാങ്ങി പിടിക്കുന്നുവെങ്കിൽ അത് ദൈവത്താലല്ല, അത് നമ്മുടെ ബലഹീനതകൾ കൊണ്ട് പിശാചിനിടം കൊടുത്തിട്ടായിരിക്കാം. ദൈവത്തിന്റെ പണിഷ്മെന്റും ഉണ്ടാകാം. അനുസരണക്കേടുകൾ കാണിക്കുമ്പോൾ ബാലശിക്ഷകൾ കർത്താവ് തന്നേക്കാം. അത് കൃത്യമായും ഗ്രഹിക്കണം. കർത്താവിന്റെ ശിക്ഷയാണോ, ഞാൻ പിശാചിനിടം കൊടുത്തിട്ട് പിശാച് ജയമെടുക്കുന്നതാണോ എന്ന് ഗ്രഹിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്.